Hello, so welcome back to my YouTube channel. So this is part 2 of house hunting vlog. Story time. വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൺ ബി എച്ച് കെ ആണ് നമ്മൾ അഡ്വാൻസ് കൊടുത്തതും 1 BHK നമ്മൾ പോകാമെന്ന് പ്ലാൻ ചെയ്തത്. ബട്ട് ഇവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത്. വി എൻഡഡ് അപ്പ് ഇൻ 2 BHK ആൻഡ് നൗ സോ നമ്മളിങ്ങനെ 1 BHK എടുത്തിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അവിടെ അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ മൈൻഡിൽ നിന്ന് ഈ ഒരു 2 BHK പോണില്ലായിരുന്നു. നമ്മളെന്ത് സംസാരിച്ചാലും ലാസ്റ്റ് ഡയലോഗ് നമ്മളിങ്ങനെ പറയും, ആ 2 BHK കൊള്ളായിരുന്നു, അതെടുക്കണമായിരുന്നു, അങ്ങനെ ഒരു ഡൗട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മൾ പെട്ടെന്നാണ് ഷിഫ്റ്റ് ചെയ്തത്. ഇന്നലെ വീട് കണ്ടു, ഇന്ന് ഷിഫ്റ്റ് ചെയ്തു, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ, ഗ്യാപ്പില്ലായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഒരുപാട് ലഗേജ് ഉണ്ടെന്ന്. ഒരുപാടെന്ന് വിചാരിക്കുമ്പം നിങ്ങൾ ഒരു എമൗണ്ട് വിചാരിക്കുമല്ലോ, അത്രയല്ല, അതിനെക്കാട്ടി ഡബിളുണ്ട്. ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. ലാസ്റ്റായപ്പോൾ ബാഗിലൊന്നും ലഗേജിൽ കയറുന്നില്ല സാധനങ്ങൾ. അപ്പം നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഈ നാടോടി ആൾക്കാർ പോകുമല്ലോ, അതുപോലെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ, അത്രയ്ക്ക് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ 1 BHK എടുക്കുകയാണെങ്കിൽ ഒന്നേ റൂമിൻ്റെ അകത്ത് കുഞ്ഞായിരുന്നു കേട്ടോ. 1 BHK റൂമൊക്കെ കുഞ്ഞായിരുന്നു. അപ്പം എല്ലാ സാധനവും ആ റൂമിൻ്റെ അകത്താക്കിയിട്ട് നമ്മൾ ഹോളിൽ കിടക്കേണ്ടി വരും, അത്രയ്ക്കുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞാൽ ഈ 1 BHK നമ്മൾ നോക്കിയാൽ അത് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഫുൾ പണിക്കാരും. അപ്പോൾ നമ്മളിങ്ങനെ സേഫ്റ്റി, നമ്മൾ ഫസ്റ്റ് കൊടുത്ത സമയത്ത് നമുക്ക് ബുദ്ധിയേ ഇല്ലായിരുന്നു, എവിടെയെങ്കിലും കയറി കിടക്കാൻ സ്ഥലം മതി എന്നുള്ള മൈൻഡായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് തുടങ്ങി, അത് കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങാണ്, അപ്പോൾ സേഫ്റ്റി പരമായി പണിക്കാരൊക്കെ എപ്പോഴും കാണുമല്ലോ, അങ്ങനെ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. പിന്നെ നമ്മൾ തേർഡ് ഫ്ലോറിലാണ്, ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് വരാനായിട്ടൊരു 6-7 മാസം എടുക്കും. അപ്പോൾ ഈ ലഗേജൊക്കെ ഇങ്ങനെ മേലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ കുറേ ചിന്തകൾ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ടും ബെറ്റർ 2 BHK. സ്പേസ് ഉണ്ട്, ഇവിടെ ലിഫ്റ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, നല്ല ഏരിയയാണ്. അങ്ങനെ നമ്മൾ ഓക്കെ, നമുക്കൊന്നും കൂടെ ഓണറിൻ്റെ അടുത്ത് സംസാരിക്കാം, ഇതായിരിക്കും ബെറ്റർ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ സഡനായിട്ട് നമ്മൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്, അത് വേറെ കോമഡി. ഈ ലഗേജൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ഊബർ പോലെ എന്തെങ്കിലും വിളിച്ചിട്ട് കാറിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന്. നോ, ലോറി വിളിക്കേണ്ട അവസ്ഥയായിരുന്നു, അത്രയ്ക്കും ലഗേജ് ഉണ്ട്. പിന്നെ നമ്മൾ അന്ന് ഷിഫ്റ്റ് ചെയ്യണതിൻ്റെ അന്ന് രാവിലെ എണീറ്റ് അവിടെ കിടന്ന ഇങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുമല്ലോ വണ്ടി, അതിലൊക്കെ പോയി നമ്പർ എടുത്ത് ഡ്രൈവറിനെയൊക്കെ വിളിച്ചു. എന്നിട്ടൊന്നും ശരിയായില്ല. പിന്നെ ഒരു കൊളീഗ് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പിക്കപ്പ് വാൻ വന്നു. എന്നിട്ട് എല്ലാ സാധനവും നമ്മൾ തന്നെ ലോഡിങ്ങും അൺലോഡിങ്ങൊക്കെ, എന്നിട്ടെല്ലാം ലോഡ് ചെയ്ത് കൊണ്ടുവന്നു. പിക്കപ്പ് വാനിലായിരുന്നു വന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മളൊരു ചെറിയ രീതിയിൽ ഇങ്ങനെ പറയണുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്ന് കയറുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് പാല് കാച്ച് പോലെ, നമ്മൾ വന്നത് 9 o'clock കേട്ടോ നൈറ്റ്. പിന്നെ പാല് കാച്ച് പോലെ എന്തെങ്കിലും നടത്തണമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് നമുക്കങ്ങനെ വലിയ വിശ്വാസമില്ല. നമ്മൾ പ്ലാൻ ചെയ്ത് വേറൊരു ദിവസമൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. പിന്നെ അവർ ഇങ്ങനെ പറയണത് കൊണ്ട് ജസ്റ്റ് നമ്മളെന്തോന്ന് പാല് തിളപ്പിച്ചു, ബൂസ്റ്റ് അതൊക്കെ കുടിച്ചു. നൈസായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പിസ്സ ഓർഡർ ചെയ്തു. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, ഒരു ട്രഡീഷനുണ്ട്, ട്രഡീഷനല്ല, ഒരു ട്രെൻഡ് പോലത്തെ ഒരു സംഭവം. പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലോ ഒരു പുതിയ വീട്ടിലൊക്കെ നമ്മൾ വീടെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ നമ്മൾ ഇങ്ങനെ നൈറ്റ് ആകുമ്പോഴേക്കും എംപ്റ്റി ഹൗസിൽ നമ്മളിങ്ങനെ പിസ്സയൊക്കെ കഴിക്കുന്ന ഒരു ട്രഡീഷനുണ്ട്. പിന്നെ ചുമ്മാ റീൽ പർപ്പസിന് വേണ്ടിയിട്ട് അന്ന് നൈറ്റ് അതൊക്കെ കഴിച്ചു. പിന്നെ ബെഡ് വിരിച്ചതാണ് ഇതേപോലെ തറയിൽ കിടന്നു ഉറങ്ങി.
ഇങ്ങനെയാണ് നമ്മൾ 2 BHKയിൽ എത്തിയത്. സോ ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ എംപ്റ്റി ആയിട്ടുള്ള ഒരു റൂമാണ്. അങ്ങനെ ഫർണിച്ചർ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ലൈക്ക് എന്താണ് അൺഎംപ്ലോയിഡ് എറയിലാണ് നിൽക്കുന്നത്. ലൈക്ക് സൂൺ ഓഫർ ലെറ്റർ കിട്ടും അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പം നമ്മൾ കൂടുതലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ നിന്നില്ല. ഇനി പതുക്കെ 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 ഓരോന്ന് ചെയ്യണം. പിന്നെ ഒന്നുമില്ലെങ്കിലും ഈ ഒരു മിറർ ഞാൻ വാങ്ങി. അതെൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുണ്ടായിരുന്നൊരു സാധനമാണ്. പിന്നെ ഈ മിസ്റ്റർ DIYയിൽ ഭയങ്കര റേറ്റ് കുറവിന് കിട്ടൂലേ, അങ്ങനെ ഞാനത് അവിടെ നിന്ന് പൊക്കി മെനിഞ്ഞാന്ന് വാങ്ങിയതേ ഉള്ളൂ. പിന്നെ വേറെ ഇവിടെ ഫർണിച്ചറായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ കബോർഡുണ്ട്, അത് ഒരു കണക്കിന് നല്ലൊരു ഭാഗ്യമാണ്. ബാക്കി ഇനി പതിയെ 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 നമുക്ക് റൂമും എല്ലാം ഡെക്കോർ ചെയ്യാം, മേക്ക് ഓവർ ചെയ്യാം. കുറേ ഇങ്ങനെ വിഷ് ലിസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്, പതുക്കെ പതുക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.